ഹായ്, ഞാൻ ബിജു ബ്ലോഗർ വെള്ളാറട. ഈ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. 1, 2, 3, 4 ഉദ്ഘാടനത്തിന് എന്നാണ് ഞാൻ പറഞ്ഞത്. 4 ഉദ്ഘാടനമായി. 5ാമത്തെ ഉദ്ഘാടനത്തിന് ഹണി റോസ് വന്നപ്പോൾ കുന്തി ദേവി എന്ന് വിളിച്ചു. അതെങ്ങനെ ലൈംഗികപരമായിട്ടുള്ള ആരോപണമാവും? അല്ലെ ഡബിൾ ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറ്റമാണ്. അത് ആകാശം അടിച്ചു വീഴുന്ന കേസൊന്നും അല്ലല്ലോ ഡബിൾ ബീറ്റിംഗ്. അത് തലവോണ കേസാണ്. അതുകൊണ്ട് ബലാത്സംഗം മറ്റേ അതിന് അടുത്ത് വരുമോ ഡബിൾ ബീറ്റിംഗ്? ഈ എവളൊക്കെ ഉണ്ടല്ലോ, ഈ അവിടെ ഇവിടെ എത്താത്ത വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന അവളുമാർ തന്നെയാണ് നമ്മൾ ആണുങ്ങളെ നിയന്ത്രണം തെറ്റിക്കുന്നത്. ഇവളുമാരൊക്കെ ബെഡ്റൂമിലിടാനുള്ള വേഷം പുറത്തിട്ടുണ്ടിറങ്ങിയാൽ ആണുങ്ങൾക്ക് നിയന്ത്രണം തെറ്റും. അപ്പം പിന്നെ അവളൊക്കെ ബെഡ്റൂമിൽ എന്തിട്ടുണ്ടായിരിക്കും കിടക്കുന്നത്? ഒരു സഹോദരനും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേട്ടനെയും ഭർത്താക്കന്മാർ ഒരുമിച്ചൊരു വീട്ടിലുള്ളപ്പോൾ എവിടെ ഡ്രസ്സ് ഇടാതെ നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ വല്ല ലോകത്തെ രക്ഷിക്കാനായി ഇറങ്ങിയ മനുഷ്യനെ വിദേശത്ത് ജയിലിൽ കിടന്ന് തൂക്കുകാരന് ദിവസമായി കിടന്ന മനുഷ്യന് വെളിയിലിറക്കാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്വന്തം ചെലവിൽ സ്വന്തം ശമ്പളക്കാരെ വെച്ച് പണം പിരിച്ച് ആ മനുഷ്യൻ്റെ കുഴക്കയറിൽ നിന്ന് ഊരി ഇറങ്ങാനുള്ള ദിവസമായി, നാട്ടിലെത്താൻ ദിവസമായി. വയനാട്, ട്രിവാൻഡ്രം ജില്ലയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പല രീതിയിലും ചാരിറ്റി പ്രവർത്തനം ആയി സഹായിച്ചിട്ടുള്ള മനുഷ്യരാണ്. ആ മനുഷ്യന് ഇവിടെ കോടികൾ കിട്ടാത്തതിൻ്റെ വാശിക്ക് സംഭവം നടന്ന 6-7 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഭരണം ഇവിടെ കയ്യിലെടുത്ത് ആ പാവം ബോബി ചെമ്മണ്ണൂരിനെ ചവിട്ടി താഴ്ത്താനായി കള്ളക്കേസ് കൊടുപ്പിച്ച ആ പാവം ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിലാണ്. എവളൊക്കെ എന്ത്